ദേ ഷബാബി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ അച്ചാർ. അതൊന്നല്ലേ മുളകച്ചാർ. എന്നാ പിന്നെ ഹൈദരാബാദി സ്റ്റൈൽ തന്നെ ആയിക്കോട്ടെ. ഖബറോं की जिंदगी में मेरा रेसिपी कभी खत्म नहीं होती है. എൻ്റെ അമ്മേ, ഡയലോഗ് തീർന്ന് നന്നായി. ഇല്ലെങ്കിൽ ഇപ്പൊ ശ്വാസം മുട്ടി പണ്ടാറടങ്ങിയാണ്. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. പാനിലേക്ക് പെരിഞ്ചീരകവും കടുകും ഉലുവയും അയമോദകവും ഉണക്കമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയോടെ തട്ടി ഇളക്കി തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തട്ടി പൊടിച്ചെടുത്ത്, ഒത്തിരി ഫൈനായിട്ട് പൊടിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പാത്രത്തിലേക്ക് മാറ്റി പാകത്തിന് ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. പാത്രത്തിലേക്ക് മസ്റ്റർഡ് ഓയിൽ ഒഴിച്ച് ചൂടാക്കി കുനുകുനാന്ന് അരിച്ചുവെച്ച ഗാർലിക് ഇട്ട് മൂപ്പിച്ച് ഒത്തിരി ഇട്ട് മൂപ്പിക്കാതെ എടുത്ത് തണുപ്പിച്ച് നമ്മുടെ മസാലയിലേക്ക് തട്ടി ഇളക്കി വെക്കാം. മുളകെടുത്ത് കീറി മസാല നിറച്ച് കുറച്ച ജാറിലേക്ക് തട്ടി കുറച്ച് മസാലയുടെ ഇട്ട് ജാറ് നിറച്ച് കുറച്ച് വിനെഗറും ബാക്കി ചൂടാക്കി തണുപ്പിച്ച കടുകെണ്ണയോടെ ഒഴിച്ച് നിറച്ച് കുറഞ്ഞത് ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ മോഹൻലാൽ പറഞ്ഞില്ലേ ഉയരം കൂടുന്തോറും ടേസ്റ്റും കൂടുന്നു, അതുപോലെ ദിവസം കൂടുന്തോറും ഈ അച്ചാറിന് ടേസ്റ്റും കൂടും. എടുത്ത് ചോറിന്റെ കൂടെ അങ്ങോട്ട് കഴിക്കുക. സംഭവം പൊളിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണേ.